അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ദിലീപ്, ഈ സിനിമാ താരങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ ഒരു പൊതു നിയമം എന്നതുപോലെ തന്നെ ആ ഭാര്യയെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ സിനിമാ രംഗത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയും കൊണ്ടൊന്നുമല്ല ഏതൊരാൾ. ഇപ്പോൾ സാർ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്, സാറ് വൈഫായിട്ടല്ലല്ലോ വരുന്നത്. എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ചിലപ്പോൾ വൈഫ് വരും, നാച്ചുറലി. ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആംഗിളുകളിലും കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീഡിയോകൾ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഇതുവരെ എല്ലാ വീഡിയോകൾക്കും കിട്ടിയിട്ടുള്ളത്. അതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പകർപ്പ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെയും ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും കാവ്യമാധവന്റെയും എല്ലാം മൊഴികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നടി ആക്രമിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഇവിടെ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അവിഹിത ബന്ധമായിരുന്നു എന്നുള്ളതാണ്. അവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തെ കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് പിന്നീട് നടിയെ ക്രൂരമായി ആക്രമിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ ഒരു വൈരാഗ്യം കാരണമാണ് ദിലീപ് തനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള തരത്തിലായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം ഈ കേസിലെ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മഞ്ജുവുമായിട്ടുള്ള വിവാഹ ബന്ധം നിലനിൽക്കെ തന്നെ കാവ്യവുമായി ദിലീപിന് അവിഹിത ബന്ധം ഉണ്ടായതാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെക്കുന്നത്. ഈ ഒരു അവിഹിത ബന്ധത്തിന് തുടർച്ചയെന്നോണം ദിലീപും മഞ്ജു വാര്യറും പിരിയുന്നത്, ദിലീപ് കാവ്യയെ കല്യാണം കഴിക്കുന്നത്. അതുപോലെ ഏറ്റവും ഒടുവിലായി ഈ നടി ആക്രമിക്കപ്പെടുന്നതുമെല്ലാം ഈ അവിഹിത ബന്ധത്തിന് ബാക്കി പത്രമായിട്ടാണ്. എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യരെ കുറിച്ചാണ്. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ കല്യാണം കഴിക്കുന്നത്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു സെൻസേഷൻ ആയിരുന്നു എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? മഞ്ജുവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ദിലീപ് മലയാള സിനിമയിൽ ചുവട് ഉറപ്പിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 1998 ദിലീപിന്റെയും മഞ്ജുവിന്റെയും കല്യാണം നടക്കുന്നത്. അന്ന് മഞ്ജുവിന് പ്രായം 20 തികഞ്ഞിട്ടില്ല. 17ാമത്തെ വയസ്സിലാണ് മഞ്ജു അഭിനയം തുടങ്ങുന്നത്. വെറും 3 വർഷം കൊണ്ട് 20ഓളം സിനിമകളിൽ മഞ്ജു അഭിനയിച്ചു കഴിഞ്ഞിട്ട്. അങ്ങനെ ഏറ്റവും തിരക്കേറിയ നടിയായിട്ട് മഞ്ജു തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹം. അതോടെ മഞ്ജുവിന്റെ അഭിനയ ജീവിതം അവസാനിച്ചു. അന്നത്തെ കാലത്ത് പിന്നെ ഒട്ടുമിക്ക നടിമാരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പാർവതിയും സംയുക്ത വർമ്മയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അവരും കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അതോടെ അഭിനയം നിർത്തുകയും ചെയ്തു. പക്ഷെ മഞ്ജു വാര്യർ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ടാലന്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം കഴിഞ്ഞു അവർ അഭിനയം നിർത്തി. ചിലപ്പോൾ ദിലീപ് നിർബന്ധിച്ചതുകൊണ്ട് നിർത്തിയതാകാം, അല്ലെങ്കിൽ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിർത്തിയതുമാകാം. എന്ത് തന്നെയായാലും പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂകളിൽ ദിലീപിന് നേരിടേണ്ടി വന്ന പ്രധാന ചോദ്യം മഞ്ജുവിനെ വീണ്ടും അഭിനയിക്കാൻ വിടുമോ എന്നുള്ളതായിരുന്നു. ഈ ചോദ്യത്തിന് പലപ്പോഴും പലതരത്തിലുള്ള മറുപടികളായിരുന്നു ദിലീപ് നൽകിക്കൊണ്ടിരുന്നത്. അതിന്റെ ചില വീഡിയോകൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. ആദ്യം ആദർശവുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ദിലീപ് മഞ്ജു വാര്യരെ വീണ്ടും അഭിനയിക്കാൻ വേണ്ടി വിടുന്നതിനെ കുറിച്ച് പറഞ്ഞ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടുനോക്കാം. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം പഴയ കാര്യങ്ങളല്ലേ, ഇപ്പൊ ഇതിനെ വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. ദിലീപിന് ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് മഞ്ജുവിന്റെ കാര്യത്തിൽ തുടങ്ങാമെന്ന് വെച്ചു എന്ന് മാത്രം. ദിലീപിൽ നിന്ന് മഞ്ജുവിന് നേരിടേണ്ടി വന്ന ക്രൂരതയും മാനിപ്പുലേഷനും എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ മറ്റു ചില പ്രധാന കാര്യങ്ങളും ഈ വീഡിയോയുടെ തുടർ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. സോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതൊരു തുടക്കം മാത്രമാണ്. എന്തായാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാദർശയുമായിട്ടുള്ള ദിലീപിന്റെ ഇന്റർവ്യൂ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. താങ്കളുടെ വൈഫിനെ എന്തുകൊണ്ട് അഭിനയിപ്പിക്കുന്നില്ല? ഞാനിത് എന്തോരം പ്രാവശ്യം അവളോട് പറഞ്ഞു. ആരോട്? മഞ്ജു. നിങ്ങള് മഞ്ജു അഭിനയിക്കുക. അപ്പൊ പറയാ, എന്തായിരുന്നു കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്? നന്നായി നോക്കിക്കൊള്ളാം, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇതാ മതി, അങ്ങനെ ഇതാക്കിയതായി. എന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് ജോലിക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടുപേരും ജോലിക്ക് പോയി നല്ല പൈസ കിട്ടൂലേ, നല്ല ബാങ്കിലേത്. അതിന് വേണ്ടിയിട്ടാണ്, അപ്പൊ ആ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടത്. എങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാ ഇവൻ എന്റെ വൈഫ് എന്താ ജോലി കൂടാത്തെ? വീട്ടിലിങ്ങനെ ഞാൻ ജോലി ഇല്ലല്ലോ. ജോലി ഇല്ലല്ലോ വൈഫിന്. എന്തുകൊണ്ട്? നീ പറഞ്ഞുകൂടാത്തോണ്ടല്ലേ? ഞാൻ പറഞ്ഞുവിടുന്ന വെച്ചാൽ വീട്ടില് വൈഫ് കറിയും ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാൾ ആവശ്യമാണ്. ഓ ശരി, അതിനു വേണ്ടിയിട്ടാണോ? പിന്നെ മക്കളെ നോക്കാനായിട്ട് അതിന്റെ വൈഫ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഭിനയിച്ച് ശീലമില്ലാത്ത ഒരാളെന്നുള്ളത് അതിന്റെ ചക്കിക്കൊത്ത ചങ്ങരം തന്നെ. ഒരമ്മ പറ്റിയ അളിയന്മാരാണെന്നേ പറയൂ. എന്താ ഒരു ചേർച്ചല്ലേ? എന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി അഭിനയിക്കാനൊന്നും പോണില്ല. എനിക്കിങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് തിന്നുന്നതാണ് ഇഷ്ടമെന്ന് മഞ്ജു പറഞ്ഞു എന്നുള്ളതാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത് അല്ലെ? അല്ല, മഞ്ജു അങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സംഭവം ദിലീപ് മഞ്ജുവിനെ കളിയാക്കി പറഞ്ഞതാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പുറത്തെ നാദൃശ്യന്റെ കാര്യമാണ് അതിലും പരിതാപകരം. ചോറും കറിയും വെക്കാൻ വീട്ടിൽ ആളില്ല.
അതുകൊണ്ട് ഭാര്യയെ ജോലിക്ക് വിടാൻ പറ്റില്ല എന്നാണ് നാദർശന്റെ പക്ഷം. സംഭവം ഇവര് തമാശ ആക്കാൻ നോക്കിയതാണ്, പക്ഷെ ഇത് സത്യത്തിൽ വെറും തമാശ മാത്രമല്ല. ഇവരുടെ സ്വഭാവവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ 2 വയസ്സന്മാരുടെ വയസ്സഞ്ഞ് ഇതാക്കി നിന്ന് പറഞ്ഞ് ആശ്വസിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ. എന്തായാലും ഇതേ ചോദ്യം, അതായത് മഞ്ജുവിനെ അഭിനയിക്കാൻ വിടുന്നില്ലേ എന്നുള്ള ചോദ്യം മനോരമ ന്യൂസിലെ നേരെ ചൊവ്വ എന്നുള്ള പരിപാടിയിൽ ജോൺ ലൂക്കാസ് കുറച്ച് ഗൗരവത്തോടെ ദിലീപിനോട് ചോദിക്കുന്നുണ്ട്. ദിലീപ് ഗൗരവത്തോടെ തന്നെ മറുപടിയും പറയുന്നുണ്ട്. അത് നമുക്ക് കണ്ടോക്കാം. കുടുംബജീവിതത്തിലേക്ക് കിടക്കാം. ദിലീപും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, അതായത് ദിലീപ് എവിടെ ചെന്നാലും നേരിടുന്ന ഒരു ചോദ്യമായിരിക്കും. വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ അഭിനയിക്കേണ്ട എന്ന തീരുമാനം മഞ്ജു വാര്യരുടേതല്ല, ദിലീപിൻ്റെതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാൻ ഡിസൈഡ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം വേണ്ടാന്ന് തീരുമാനിക്കുക അല്ലേ, മറ്റുള്ളവർക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആംഗിൾ വരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അപ്പോൾ ഡിസിഷൻസ് വെച്ചാൽ 2 പേര് അഭിനയിക്കും. അപ്പോൾ ഞങ്ങൾ ആ സിനിമ അഭിനയിച്ച സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ മഞ്ജു 2 സിനിമ തീർക്കുന്നുണ്ടായിരുന്നു. ഞാൻ സിനിമ തുടങ്ങി 10-15 ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അത് മനസ്സിലായി നമുക്ക് ബെറ്റർ ഇതൊക്കെ തന്നെ കേട്ടോ. അങ്ങനെയുള്ള തീരുമാനങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ ഒരു സ്ഥലത്തും പച്ചയായിട്ട് പോയിട്ട് ഞാൻ അഭിനയം നിർത്തുന്നു മഞ്ജു പറഞ്ഞിട്ടില്ല, അഭിനയിക്കുന്നില്ല ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് മാധ്യമങ്ങളിലൂടെയും അതിലൂടെയും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോറ് സിനിമയുടെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ വേറെ മാധ്യമങ്ങളും ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ വേർഡ് ചിലപ്പോൾ കോട്ട് ചെയ്തിട്ട് എഴുതും, അഭിനയിക്കാൻ വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയല്ലേ. അങ്ങനെ ഒന്നിനെയും വളച്ചൊടിക്കണ്ട, നമ്മൾ നേരെ പറയുന്ന കാര്യം നമ്മൾ ആരോടും ഒന്നും ഇല്ല ഉണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതിന്റെ ഉത്തരം ശരിക്കും എന്താണ്? അഭിനയിക്കുവോ ഇല്ലയോ നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ആ ദുരൂഹത നിലനിൽക്കട്ടെ എന്നാണ്. നമ്മളല്ലല്ലോ ഒന്നും തീരുമാനിക്കുന്നത്, എല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട്. അയ്യന്റെ മോനെ എന്താ ഇപ്പൊ കേൾക്കുന്നത്? നമ്മളൊന്നുമല്ലല്ലോ എല്ലാം പ്ലാൻ ചെയ്യുന്നത്, എല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട് എന്നൊക്കെ. മുകളിലുള്ള ആളൊന്നുമല്ല മോനെ. ആരാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് മഞ്ജുവിനെ അഭിനയം നിർത്തിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അല്ല എനിക്കൊന്നും അറിയില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയാൻ. ഇത് ഏതെങ്കിലും മാറാരോഗം വന്ന് ചികിത്സിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ലല്ലോ ചോദിച്ചത്. മഞ്ജുവിനെ അഭിനയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ലേ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇല്ല ഞാനിനി അവൾ അഭിനയിക്കാൻ വിടില്ല എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ ദിലീപേട്ടന്. അതാണല്ലോ സത്യവും. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നല്ലോണം നോക്ക് കിട്ടില്ല. അതുകൊണ്ട് നൈസായിട്ട് വളച്ചൊടിച്ച് പറഞ്ഞു എന്ന് മാത്രം. ബാക്കി ഉണ്ടോക്കാം. നമ്മുടെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇതിൽ നിന്നും അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ദിലീപ് നാച്ചുറലി വില്ലൻ എപ്പോഴും ഒരാളായിരിക്കും, ഭർത്താവായിരിക്കും. അത് നാച്ചുറലി അങ്ങനെ സംഭവിക്കും. അതിപ്പോ നമ്മൾ ബാധ്യസ്ഥനാണ് കേൾക്കാൻ. അല്ല, അങ്ങനെ ഒരു കുടുംബജീവിതത്തെ സിനിമാ ജീവിതത്തിൽ നിന്ന് വേറിട്ട് കാണുന്നത് കൊണ്ട് കുടുംബജീവിതം അങ്ങനെ മാറി നിൽക്കട്ടെ, സിനിമയുമായിട്ട് കൂടിക്കലർത്തേണ്ട എന്ന് ദിലീപ് വിചാരിക്കുന്നത് കൊണ്ടാണ്. സിനിമയും കുടുംബവും തമ്മിൽ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ടെൻഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 150 ഇമോഷൻ ഉണ്ടാവും, ചിലപ്പോൾ അത് മുഴുവൻ കൊണ്ട് ഇവിടെ തീർക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ കുഴപ്പമാണ് അല്ലേ. അപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ രീതിക്ക്, ഇത് കുറേ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം, ഈ കഥ അത് ശരിയായില്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഈ വന്നിട്ട് പ്രശ്നം, നീ ഒന്ന് ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് ഈ നമ്മുടെ ഇവിടെ ഉള്ള പ്രഷർ മുഴുവൻ താങ്ങാൻ പാവപ്പെട്ടവർ തയ്യാറാവും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ദിലീപ്, ഈ സിനിമാ താരങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ ഒരു പൊതു നിയമം എന്നതുപോലെ തന്നെ ആ ഭാര്യയെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ സിനിമാ രംഗത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയും കൊണ്ടൊന്നുമല്ല ഏതൊരാൾ. ഇപ്പോൾ സാർ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്, സാറ് വൈഫായിട്ടല്ലല്ലോ വരുന്നത്. എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ചിലപ്പോൾ വൈഫ് വരും നാച്ചുറലി. അല്ല, അങ്ങനെ മാത്രം വരേണ്ട ഒരു വൈഫായിട്ട് മാറ്റി നിർത്തേണ്ട ആളല്ല മഞ്ജു വാര്യർ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ദിലീപേട്ട ഈ പറയുന്നത്? ജോണി ലൂക്കോസ് ചോദിച്ചത് എന്താ, നിങ്ങൾ പറഞ്ഞത് എന്താ? മഞ്ജു കൂടി ജോലി ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ അവസ്ഥയെ കുറിച്ചാണ് ജോണി ലൂക്കോസ് ചോദിക്കുന്നത്. നടന്മാർ കല്യാണം കഴിക്കുന്ന നടിമാർ പോലും അഭിനയം നിർത്തുന്നത് നിങ്ങൾക്ക് തന്നെ ഈ മേഖലയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് ജോണി ലൂക്കോസ് ദിലീപിനോട് ചോദിച്ചത്. അതിന് ദിലീപേട്ട പറഞ്ഞ മറുപടി കേട്ടില്ലേ? സ്വന്തം ഭാര്യ ആരെങ്കിലും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു ദിലീപിന്റെ മറുപടി. അതിന് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മഞ്ജു കൂടി ജോലി ചെയ്തിരുന്ന ഒരിടമായിരുന്നില്ല അത്. അവിടേക്ക് പിന്നെ പ്രത്യേകം മഞ്ജുവിനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? സംഭവം ഇവിടെ ദിലീപേട്ടന് ചോദ്യം മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ ഇരുന്ന് പൊട്ടം കളിക്കുകയാണ്. ഏതൊക്കെ ചോദ്യത്തിന് എന്തൊക്കെ മറുപടി പറയണമെന്ന് പേട്ടനെ നല്ല പിടുത്തമുണ്ട്. വെറുതെ ആണ് ഈ കാണുന്ന നിലയിലൊക്കെ എത്തിയത്. ബാക്കി ഉണ്ടോക്കാം. അവർക്കൊരു കലാജീവിതം മാത്രമല്ല ഏതൊരു ആക്ട്രസും ഒക്കെ ഇതാണ്. പിന്നെ ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കുടുംബം കാര്യങ്ങൾ, കാര്യം 150 ജോലിയുണ്ട്. ഇപ്പം മഞ്ജു വളരെ എൻഗേജ് ആണ്. ഇപ്പം എൻ്റെ കാര്യങ്ങളുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങളുണ്ട്, കമ്പനി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, എക്സ്പോർട്ട്, അങ്ങനെയൊക്കെ പല പല പരിപാടികളുണ്ട്. അപ്പം ഈ വക കാര്യങ്ങളിലുണ്ട്. ഏത് സമയത്ത് എൻഗേജ്ഡ് ആണ്. അതെ, വ്യക്തിപരമായിട്ടൊരു ഭർത്താവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയല്ല, എങ്കിലും ഒരു കലാകാരൻ എന്ന നിലയിൽ അവരുടെ കലാജീവിതത്തോടുള്ള ഒരു ആദരം താങ്കൾക്ക് വേണ്ടിയിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ മഞ്ജുനോട് എടി, ആൾക്കാരിങ്ങനെ പറയണെങ്കിലും സംഭവം ഞാൻ മില്ലത്തിലൊക്കെ എൻ്റെ തലയിലുണ്ട്, എന്നാലും നീ എന്നും സിനിമയിൽ നിനക്ക് 19 വയസ്സാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം അതിനപ്പുറമുള്ളൊരു പ്രായം കണ്ടിട്ടേ ഇല്ല അല്ലേ. അതുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലത്തേതാണ്. കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, അഭിനയത്തിന് ബഹളങ്ങൾ പറഞ്ഞ് ഈ കാണുന്ന
പിന്നെ ഒരു ബഹളങ്ങളും കണ്ടിട്ടില്ല. നാച്ചുറലി നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ പിന്നെ വല്ലപ്പോഴും അങ്ങനെയൊക്കെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നില്ല. ദിലീപിനോട് പലർക്കും അസൂയുണ്ട്. ദിലീപിന് മഞ്ജു വാര്യരോട് അസൂയുണ്ടോ? മഞ്ജു ഒരു പാവ, അതിനോട് അസൂയപ്പെട്ടിട്ടുണ്ട്. പുറത്ത് എന്താലേ ദിലീപിന്റെ നാവിൽ നിന്ന് ഇത് കേട്ടല്ലോ, സന്തോഷം. മഞ്ജു പാവമാണ് എന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് പിന്നീട് നിഷ്കരണം മഞ്ജുവിനെ ചതിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, മഞ്ജു 19ാമത്തെ വയസ്സിലാണ് അഭിനയം നിർത്തിയത്. അതുകൊണ്ട് മഞ്ജുവിന് സിനിമയിൽ എന്നും 19 വയസ്സാണ് പ്രായം. കുറഞ്ഞ കാലം കൊണ്ട് മഞ്ജു ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. അത് പക്ഷെ കല്യാണം കഴിഞ്ഞ് വീണ്ടും അഭിനയിക്കാൻ വരുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പഴയ പോലെ ആളുകൾ ഏറ്റെടുത്തോളണമെന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത്. ഇതേ കാര്യം തന്നെ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണെന്നല്ലേ? ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവൻ. കാവ്യം മഞ്ജു വാര്യരെ കുറിച്ച് വാ തോരാതെ വർണ്ണിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതും ജോണി ലൂക്കോസ് നടത്തിയ ഒരു ഇന്റർവ്യൂ തന്നെയായിരുന്നു. ആ ഇന്റർവ്യൂവിലാണ് ദിലീപ് ഇപ്പം പറഞ്ഞ അതേ കാര്യം തന്നെ മഞ്ജുവിനെ കുറിച്ച് കാവ്യം പറയുന്നത്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കേൾപ്പിച്ചു തരാം. കഴിവുറ്റ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടി വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിയതിനെ കാവ്യ നന്നായി കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പൊ അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും മഞ്ജു ചേച്ചിന് ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇന്റർവ്യൂവില് മഞ്ജു വാര്യർ എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും. ചിലപ്പോൾ പിന്നീട് മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായിന്ന് വരില്ല. മഞ്ജു ചേച്ചി ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയത്താണ് മഞ്ജു ചേച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജു ചേച്ചി പോയത്. അതായിരിക്കാം ഇപ്പോഴും സാർ ഇപ്പൊ എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും നമ്മൾ ദിലീപേട്ടനും കാവ്യ ചേച്ചിയും തമ്മിൽ എന്തൊരു ചേർച്ചയാണ് അല്ലേ? മഞ്ജു വീണ്ടും അഭിനയിക്കുന്നതിനെ കുറിച്ച് പോലും രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ്. കാവ്യയും ദിലീപും കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുമ്പാണ് ഈ രണ്ട് ഇന്റർവ്യൂകളും നടക്കുന്നതെന്ന് ഓർക്കണം. അത്രയും കാലം മുമ്പ് തൊട്ടേ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മഞ്ജുവിനെ ചതിച്ചിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കൊണയ്ക്കുന്ന കൊണ നോക്കണം. ദിലീപേട്ടനെ കൊണ്ടും കാവ്യ ചേച്ചിയും കൊണ്ട് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ. എന്തായാലും ഇനി നേരെ ചൊവ്വയുടെ മറ്റൊരു എപ്പിസോഡിൽ വെച്ച് ഇതേ ജോണി ലൂക്കോസ് തന്നെ ദിലീപിനോട് മഞ്ജു വാര്യറിനെ അഭിനയിക്കാൻ വിടാത്തതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോ. പൊതുവെ ആളുകൾ ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് താങ്കൾക്ക് തന്നെ അറിയാം. എവിടെ പോയാലും ഈ ചോദ്യം താങ്കൾ നേരിടണം. ഞങ്ങൾക്ക് ഇത്രയും സ്നേഹിക്കുന്ന ഈ ആർട്ടിസ്റ്റിനെ എന്തുകൊണ്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? ശരി, ജോണി ലൂക്കോസ് എന്തായാലും ആള് കൊള്ളാം. കൊല്ലം ഇന്റർവ്യൂ എന്നും പറഞ്ഞ് ദിലീപിനെ വിളിച്ചു വരുത്തുന്നു, ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നു. അതേപോലെ കാവ്യ മാധവനെ വിളിച്ചു വരുത്തി മഞ്ജുവിനെ കുറിച്ച് ദിലീപിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. ഇയാളൊരു സൈക്കോ ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയും കാര്യങ്ങൾ ചുയിന്നെടുക്കാൻ ആള് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതോ ഇനി ചോദ്യങ്ങളൊക്കെ ദിലീപ് തന്നെ എഴുതി കൊടുത്തതാണോ എന്തോ ആർക്കറിയാം. എന്തായാലും ഇത്തവണ ഈ ചോദ്യത്തിനുള്ള ദിലീപിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഈ അടുത്ത് ഞാൻ ഇതുവരെ മഞ്ജു അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വരുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡാൻസ് പഠിച്ചാലോ? ഞാൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ കുച്ചിപ്പുടി പഠിച്ചിട്ടില്ല എന്നുവെച്ചാൽ അതിന് അത്ര ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഇത്തിരി കൂടി പഠിച്ചാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, നീ കുച്ചിപ്പുടിയും പഠിക്കുക, പിന്നെ വീണ പഠിക്കണം. ഇപ്പോൾ വീണ പഠിച്ചോളൂ. പിന്നെ അതുപോലെ ശരിക്കും സ്കൂള് കഴിഞ്ഞ സമയത്തിനാണ് മഞ്ജു അഭിനയിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മഞ്ജു വേണമെങ്കിൽ നീ ഇതും പഠിച്ചോളൂ. സിനിമ ഒഴിച്ച് എന്തും ആയിക്കൊള്ളൂ എന്നാണോ? ഇല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ആള് പെട്ടെന്ന് ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിങ്ങനെ അരങ്ങേറിയാലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞാണോ? ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറിയാലോ? ഓക്കെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചെയ്യാം. അല്ല, കൊല്ലത്തിൽ ഇങ്ങനെ 1-2 പ്രോഗ്രാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യൂ, എന്നെ കൊണ്ടാവുന്ന സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. എന്തൊരു മഹാമനസ്കനായിട്ടുള്ള മനുഷ്യനെ അല്ലേ? ദിലീപേട്ടാ, ഞാൻ ഡാൻസ് പഠിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. നീ പഠിച്ച മുത്തേ എന്ന് പറയുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം ചെയ്യട്ടെ എന്ന് മഞ്ജു ചോദിക്കുന്നു. ധൈര്യമായിട്ട് അരങ്ങേറിക്കോ എന്ന് പറയുന്നു. ഞാൻ 1-2 ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്തോട്ടെ ദിലീപേട്ട എന്ന് മഞ്ജു ചോദിക്കുന്നു. എന്തിനാ 1-2 ആക്കുന്നത്? ഒട്ടും കുറയ്ക്കണ്ട, ഒരു 100-10 ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ദിലീപേട്ടൻ സമ്മതം കൊടുക്കുന്നു. തങ്കപ്പെട്ട മനുഷ്യൻ തന്നെ അല്ലേ? എന്നാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ, ഞാൻ അറിയിച്ചു തരാം. മഞ്ജുവിന് ഡാൻസ് കളിക്കാനും അരങ്ങേറാനും പ്രോഗ്രാമുകൾ കളിക്കാനും അനുവദിച്ചു എന്ന് പറയുന്ന ഇതേ ദിലീപ് തന്നെ മഞ്ജു അരങ്ങേറ്റത്തിന് വേണ്ടി സ്റ്റേജിൽ കയറാൻ നിന്ന സമയത്തും അതേപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴും എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? ഭാഗ്യലക്ഷ്മി അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അവർക്ക് ദിലീപിൽ നിന്ന് നേരിട്ടുണ്ടായ അനുഭവമാണ്. ദിലീപ് മഞ്ജുവിന്റെ ഡാൻസ് പ്രോഗ്രാം ഇല്ലാതാക്കിയതിന്റെ കഥ ഭാഗ്യലക്ഷ്മിയുടെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. മുമ്പ് ഒരു തവണ ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഭാഗ്യലക്ഷ്മിയുടെ ഈ വീഡിയോ നമ്മൾ കണ്ടതാണ്. എന്നാലും ഈ ഒരു അവസരത്തിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. കണ്ടോക്കാം. ഒരു വിഷയത്തിൽ ഞാനൊരു ദൃക്സാക്ഷിയാണ്. ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ. കാരണം എൻ്റെ അടുത്ത് എനിക്ക് മഞ്ജു വരെ ഒരു പരിചയവും ഇല്ല. ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ ആ സമയത്ത്. അപ്പൊ എനിക്ക് മഞ്ജുവിനോട് യാതൊരു അടുപ്പമില്ല. എന്നാൽ എനിക്ക് ദിലീപുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു താനും. അപ്പോ ഈ കരിക്കകം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു, അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു. അതില്
ഈ കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാര്യരെ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ ഡാൻസിന്? ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു പരിചയവും ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത് മാഡം, എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത്, കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഗീതു പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ച, ഞാൻ നമ്പർ തരാം, ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല. ഞാൻ മഞ്ജുവിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു. കളിക്കും ചേച്ചി, എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ, കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ്. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പൈസ ഇല്ല എൻ്റെ കയ്യില്, അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നേരിട്ട് സംസാരിച്ചോളൂ, ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു. എന്റെ റോൾ അവിടെ കഴിഞ്ഞു. അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു. അതിൽ യാതൊരു ബാർഗൈനിങ് ഒന്നും അവർ നടത്തിയില്ല. നല്ല രീതിയിൽ ഒരു പേയ്മെന്റ് പറഞ്ഞു. മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അത് ഫിക്സ് ചെയ്തു, ഞാൻ പകുതി അഡ്വാൻസ് തന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. അപ്പൊ അന്ന് രാത്രി ഒരു 1:30 മണിക്ക്, എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല, പക്ഷെ ഒരു 1:30 മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു. നോക്കുമ്പോ ദിലീപായിരുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ രാത്രി 1:30ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി, ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഫിക്സ് ചെയ്ത് കൊടുത്തല്ല, രണ്ടുപേരെയും ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അല്ല, അത് കളിക്കാൻ പാടില്ല, അത് അവൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ, നിങ്ങളുടെ ഭാര്യയല്ലേ, സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ്, ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 14 വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്ക് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു, കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു. ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അപ്പൊ തന്നെ മഞ്ജുവിന് ഒരു മെസ്സേജ് അയച്ചു, രാവിലെ എന്നെ വിളിക്കണം, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. രാവിലെ ഒരു 6-6:30 ആയപ്പോ മഞ്ജു എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ, ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് എന്ന്. ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ്. അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു, കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു, പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം, ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത്. അതല്ലാതെ അവര് തോന്നിയ പോലെ ആരോടും പറയാതെയും ആരോടും ഒന്നും അങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ വന്നത്. ഇദ്ദേഹം അറിഞ്ഞില്ല. ഈ ഗുരുവായൂർ ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തമായി ചോദിച്ച് സമ്മതം ചോദിച്ചിട്ടാണ് കളിക്കാൻ പോയതെന്ന് അന്ന് എന്നോട് മഞ്ജു പറയുകയും ചെയ്തു. ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ദിലീപേട്ട എന്നെ അനുഗ്രഹിക്കണം, ഞാനിതാ സ്റ്റേജിൽ കയറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഒരു ഭാഷ തിരിച്ചു പറഞ്ഞു എന്നുമൊക്കെ ഇത്തരം ചർച്ചകളൊക്കെ ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടുണ്ട്. കേട്ടല്ലോ, ഇതാണ് ദിലീപേട്ടന് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ശരിക്കും മനസ്സിലായല്ലോ അല്ലെ, എന്തൊക്കെയായിരുന്നു ജോണി ലൂക്കോസിനോട് അടിച്ചു വിട്ടിരുന്നത്. ഗുരുവായൂരിൽ പോയി അരങ്ങേറിക്കോട്ടെ, ഡാൻസ് കളിച്ചോട്ടെ എന്നൊക്കെ മഞ്ജു എന്നോട് ചോദിച്ചു. ഞാൻ അവളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ദിലീപ് അടിച്ചു വിട്ടത്. എന്നിട്ടോ അതേ ദിലീപ് തന്നെ ഗുരുവായൂരിൽ വെച്ച് അരങ്ങേറുന്നതിന് മുമ്പ് മഞ്ജു ഫോൺ വിളിച്ചപ്പോ തെറി പറയുന്നു. മഞ്ജുവിന് കിട്ടിയ ഡാൻസ് പ്രോഗ്രാം മുടക്കാൻ നോക്കുന്നു. ഇതാണ് മക്കളെ ശരിക്കുമുള്ള ദിലീപേട്ടൻ. ഇതാണ് ആശാന്റെ ഒറിജിനൽ സ്വഭാവം. മറ്റേതൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വെറും വാചക കസർത്ത് മാത്രം. തിലകം പണ്ട് പറഞ്ഞ പോലെ ഇയാൾ നല്ല അസല് വശമാണ്. ഇന്റർവ്യൂകളിലുള്ള ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഇയാൾ ഒരു ഭൂലോക ഫ്രോഡാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നടി ആക്രമിക്കപ്പെട്ട് 2 മാസത്തിന് ശേഷം ദിലീപിന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെടുന്നത്. പിന്നീട് അധികം വൈകാതെ തന്നെ ഒരു പ്രമുഖ നടന് ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. പിന്നീട് അത് ദിലീപാണെന്നുള്ള തരത്തിലുള്ള പരക്കെ അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ 2017 ഏപ്രിൽ 10 മനോരമ ചാനലിൽ ദിലീപിന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് 3 മാസം മുമ്പാണിത്. കൃത്യമായി സ്റ്റേജ് ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു.
ആയിരുന്നു അത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ചില നിർണായക കാര്യങ്ങൾ ദിലീപ് ഇന്റർവ്യൂവിൽ വെച്ച് പറയുന്നുണ്ട്. ദിലീപിന്റെ ഭാഗം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ഏകദേശം 60 ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊന്നും കണ്ടോ. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രമുഖ നടി ഒരു വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ ഒരു ആക്രമിക്കപ്പെട്ടു മലയാള സിനിമയിൽ. ഒരുപാട് പേര് അതിനെതിരെ പ്രതികരിച്ചു, അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുമായി ഒരുപാട് പേര് വന്നു. ദിലീപും അവിടെയൊക്കെ പോയിരുന്നു. പക്ഷെ ഒരു 2-3 ദിവസത്തിന് ശേഷം ഇതിൻ്റെ ആരോപണങ്ങളെല്ലാം ദിലീപിനെ നേർക്കായി. മാധ്യമങ്ങളിൽ ദിലീപിൻ്റെ പേര് വന്നു, അല്ലെങ്കിൽ പല പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടിൽ തന്നെ ഒരു പ്രമുഖ നടൻ എന്ന് പറഞ്ഞ് പേര് വന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് വളരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ ജീവിതം മടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തോന്നിയ. കാരണം നമ്മൾ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഏതാണെന്ന് അറിയാൻ പാടില്ലാത്തൊരു സാധനം നമ്മുടെ നേരെ ഇങ്ങോട്ട് വരിക. ഇപ്പോൾ ഈ പ്രമുഖ നടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു തുടങ്ങണമല്ലോ. തിളക്കം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വേഷം ചെയ്യണമെന്നായിരുന്നു. ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പല ആളുകളെ നോക്കി വന്നില്ല. ഈ പ്രമുഖ നടിയായിൽ അന്ന് ഒരു സിനിമ ചെയ്തിരിക്കുന്ന സമയം ഹീറോയിനൊന്നുമല്ല. നമ്മുടെ സിനിമയിലൊരു ഗസ്റ്റ് അപ്പിയറൻസിന് ഞാൻ പറഞ്ഞു, ഗസ്റ്റ് അപ്പിയറൻസിനാണ് എന്ന് വിളിച്ചു. ഞാനിതിന് പകരം എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ ആ സിനിമയിൽ നിന്ന് അഭിനയിച്ച് പോയ നെക്സ്റ്റ് ഞാൻ ചെയ്ത പടത്തിൽ ഹീറോയിനാക്കുകയാണ് ചെയ്തത്. അന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇവരെ ഹീറോയിൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും കുഴപ്പമില്ല, അവർ ഭാവിയിൽ ഒരു ഹീറോയിനാണ്, നമ്മൾ തുടങ്ങുന്നത് അതിൻ്റെ ഒരു നന്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം 6-7 സിനിമകളിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ 6-7 സിനിമ ചെയ്ത സമയത്തും ശരിക്കും പറഞ്ഞാൽ ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരും ഇവരെ ഹീറോയിനാക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനാണ് പറഞ്ഞത് അവരെ ഹീറോയിനാക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം ആ സിനിമകൾ കണ്ടാൽ അറിയാം, ആ വേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാണ്ട് അഭിനയിക്കുന്ന നല്ലൊരു ഹീറോയിൻ ചെയ്യാവുന്ന വേഷങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ ഫാദറായിട്ട് എനിക്ക് നല്ല അടുപ്പാണ്. ഞാൻ ആ മനുഷ്യനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. പാവ ആളാണ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നീട് ഒരവസരത്തിൽ അവരുടേതായ ചില പെരുമാറ്റങ്ങളും മറ്റുള്ള ചില കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാനിങ്ങോട്ട് മാറി. ശരി. അപ്പൊ ആക്രമിക്കപ്പെട്ട നടിയുമായി തനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദിലീപേട്ടൻ തന്നെ സമ്മതിച്ച കാര്യമാണ് അല്ലെ. ഞാനാണ് അവളെ നായികയാക്കിയത്, അവൾക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ നൽകിയത് ഞാനാണ്. പക്ഷെ പിന്നീട് അവൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അവൾ ചെയ്തതോടെ അവളുമായിട്ടുള്ള ബന്ധം തന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപിന് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യമാണ് ഈ ആക്രമിക്കപ്പെട്ട നടി ചെയ്തത് എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ കുറിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് പറഞ്ഞു. ദിലീപേട്ടൻ ഇഷ്ടപ്പെടാത്ത കാര്യം ഈ നടി ചെയ്തു എന്ന് പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. അത്രയും കാര്യം ഇവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ദിലീപ്, കാവ്യ, ആക്രമിക്കപ്പെട്ട നടി നാദൃശ ഇവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അത് കാവ്യ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നവർ അങ്ങനെ ചെറിയ കാര്യത്തിലൊന്നും പിണങ്ങില്ലല്ലോ. അപ്പൊ എന്തോ വലിയ കാര്യം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ അവിഹിത ബന്ധം മഞ്ജുവിനോട് പറഞ്ഞ കാര്യം. അതോടെ ദിലീപിന്റെ മറ്റൊരു മുഖം ആക്രമിക്കപ്പെട്ട നടിക്ക് കാണേണ്ടി വന്നു. ആദ്യം സിനിമയിലെ അവസരങ്ങൾ കുറയാൻ തുടങ്ങി. അങ്ങനെയാണ് ദിലീപേട്ടൻ സാധാരണ ശത്രുക്കളോട് പകരം വീട്ടാറുള്ളത്. സിനിമകൾ മുടക്കും, അഭിനയത്തിൽ നിന്നും വിലക്കും, തിയേറ്ററുകളിൽ ആളെ വിട്ട് കൂവിക്കും. പക്ഷെ നടിയുടെ കാര്യത്തിൽ അതിൽ നിന്നും എത്രയോ കടുത്ത രീതിയിലുള്ള പ്രതികാര നടപടികളാണ് ഉണ്ടായത്. ക്രൂരമായതെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആ സംഭവം നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അവർ ക്രൂരമായി ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ടു. ബാക്കി കേട്ടോ. അതിനുശേഷം കുറച്ചു കാലം മുമ്പ് ഒരു മാഗസിനിൽ വന്നു, ഇവിടുത്തെ ഒരു സൂപ്പർ താരം അവരുടെ ചിത്രങ്ങളെല്ലാം വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പേരൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ പോയൊന്നുമില്ല. പലരും അടുത്ത് പറഞ്ഞു നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറയാത്തിടത്തോളം കാലം ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്. പിന്നെ അതിനുശേഷം ആണ് പെട്ടെന്ന് ഈ പീഡന പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഷോക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാനന്ന് രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് 13-ാം തീയതിയായിട്ടാണ് എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് തളർന്നതായിട്ടാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഞാൻ വന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് രാവിലെ അറിയണത് ഇങ്ങനെ വിഷയം. ഓഹോ, അപ്പൊ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു അല്ലേ. കൊള്ളാം, നല്ല ബുദ്ധി തന്നെ. നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് എല്ലാവരോടും പറയാലോ. ഐഡിയ കൊള്ളാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ദിലീപേട്ട. നമ്മളും സിനിമ ഒക്കെ കാണുന്നതാണ്. ഇമാതിരി ഉടായ്പകളൊക്കെ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും. അപ്പൊ പിന്നെ കേരള പോലീസിന്റെ കാര്യം പറയണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഓരോ അതിബുദ്ധി കാണിക്കാൻ നോക്കിയത് കൊണ്ടാണ് നടി ആക്രമിക്കപ്പെട്ട് അധികം വൈകാതെ നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ കുറെ കാലം ജയിലിൽ കിടക്കേണ്ടി വന്നതും. ബാക്കി കേട്ടോ. ഞാനപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് രമ്യനെ വിളിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രമ്യയുടെ വീട്ടിലാന്ന് പറഞ്ഞു. ഞാൻ രമ്യനെ വിളിച്ചു, പുള്ളിക്കാരത്തിയുടെ അമ്മയൊക്കെ കൊടുത്തു. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. വിഷമിക്ക് നമ്മൾ ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം അമ്മ പറഞ്ഞു ദിലീപ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ദൈവമേ, എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്,
ധൈര്യം കൊടുക്കണം അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം നമ്മുടെ നേർക്ക് തിരിഞ്ഞു വരുന്നത്. പിന്നെ വരുന്നത് ഇതാണ്, ഈ നടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സിനിമകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ ശരിക്കും ഈ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആണ് എനിക്ക് ഭയങ്കര ഒരു സത്യം, നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാകെ 2-3 സിനിമ ഒരു വർഷത്തിൽ ചെയ്യുന്നുള്ളൂ. ഏകദേശം 140, 160 എത്രയോ സിനിമകൾ ഒരു വർഷം ഇവിടെ നടക്കുന്നുണ്ട്. എത്ര ഹീറോസ് മലയാളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പരസ്യമായിട്ട് അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഹീറോയിനെ വിളിച്ചിട്ട് ഈ പ്രമുഖ നടീനെ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എനിക്ക് അവരായിട്ട് സിങ്കില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് സിങ്കായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ നടക്കുന്നു. സംവിധായകരാവാം, നിർമ്മാതാക്കളാവാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആവാം. അതേ ഞാൻ മാത്രമല്ല, ഈ ലോകത്തെ ഏത് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ എന്നാലും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ അതുപോലെ തമിഴിൽ എനിക്കൊരു ഹോൾഡുമില്ല, തെലുങ്കിൽ, കന്നഡയിൽ ഇവിടെയൊന്നും എനിക്ക് വലിയ പിടിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ കാര്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അവനവന് അവസരങ്ങൾ കുറയുക. ഈ അവസരം എന്നൊക്കെ പറയുന്നത് ടാലൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ സൗന്ദര്യമുണ്ട് എന്നുള്ളതിൻ്റെ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിനൊരു ഭാഗ്യം, ദൈവാധീനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ. നമുക്ക് എൻ്റെ അവസരത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യത്തെക്കുറിച്ചോ എനിക്കറിയില്ല, അടുത്ത ദിവസങ്ങളെക്കുറിച്ച്. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് ഒരു കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. സങ്കടം എന്ന് പറയുന്നത്, ആദ്യത്തെ സങ്കടം അങ്ങനെ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ സത്യസന്ധമായിട്ട് മനസ്സറിഞ്ഞ സങ്കടം തന്നെയുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇതിനോടനുബന്ധിച്ച് പല വാർത്തകൾ മഞ്ഞപ്പത്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒന്നാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഞാനും അവരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു എന്നും അത് പിന്നീട് ഇപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ മുൻ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ നടന്നൊരു ഗൂഢാലോചനയാണ്, കൊട്ടേഷനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഇവിടെ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പറ്റിയ പത്രക്കാർക്ക് വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തല്ലേ, അങ്ങനെ ഒന്നുണ്ടെന്ന് തെളിയിച്ചാൽ ഞാനതങ്ങോട്ട് കൊടുത്തേക്കാം. ഇനി അതല്ലെങ്കിൽ ഇത്രയും വാർത്തകൾ, കാരണം ഫേസ്ബുക്കിലൊക്കെ ആൾ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇത്രയും ഒരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ആദ്യമായിട്ട് അവരെ ഹീറോയിനാക്കിയത്. ഇത്രയും സിനിമകൾ വരെ കൊടുത്ത ആൾ ഞാനല്ലാണ്ട് ഒരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവത്തിൽ അദ്ദേഹമായിട്ട് എനിക്ക് ഒരു ഇടപാടും ഇല്ല എന്നൊരു പോസ്റ്റ് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഈ മൗനം എടുക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വിഷമം. പിന്നെ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മെൻ്റലി അപ്സെറ്റ് ആവാം, കുറേ കാലത്തേക്ക് ചിലപ്പോൾ മിണ്ടാതായി പോയേക്കാം. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് 2 ദിവസം കൊണ്ട് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയ അവരുടെ ആ ചങ്കൂറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദിലീപിന് അവസാനത്തെ ആ ചിരി ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത്രയും വലിയ പീഡനത്തിനിരയായ പെൺകുട്ടി ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കുറെ കാലം ഒന്നും മിണ്ടാൻ കഴിയാതെ ഡിപ്രഷനിലായി പോകും. പക്ഷെ ഇവര് പീഡനത്തിനിരയായിട്ടും ഇതൊക്കെ തരണം ചെയ്തു. വെറും 2 ദിവസം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നടിയുടെ ചങ്കൂറ്റത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദിലീപ് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്, കൊലച്ചിരി. ദിലീപ് ആരാണ് എന്താണെന്നുള്ളത് ആ ഒരു ചിരിയിലുണ്ട്. അതിജീവിതയായിട്ടുള്ള നടിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് ദിലീപ് ഇവിടെ സംസാരിച്ചത്. അവള് പീഡനത്തിനിരയായിട്ടും വെറും 2 ദിവസം കൊണ്ട് എല്ലാം ഓക്കെയായി, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവൾ വെറും ഉഡായിപ്പാണ്. ശരിക്കും അവൾ ആരും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, എല്ലാം അവളുടെ നാടകമാണ് എന്ന് തന്നെയാണ് ഇവിടെ ദിലീപ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം ദിലീപ് സപ്പോർട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് ലക്ഷ്മണയുടെ ഒരു പഴയ ഇന്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗീതയും ഇപ്പൊ ദിലീപ് പറഞ്ഞ പോലുള്ള അതേ അഭിപ്രായ പ്രകടനവും നടത്തിയിരുന്നു. അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംഗീത ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവൾ എന്ത് അതിജീവിതയാണ്? ആക്രമിക്കപ്പെട്ടതിന് ശേഷവും കല്യാണമൊക്കെ കഴിച്ചു, സിനിമയിൽ അഭിനയിച്ച് നടക്കുന്ന ഇവിടെയൊക്കെ എങ്ങനെയാണ് അതിജീവിത എന്നൊക്കെ വിളിക്കാൻ കഴിയുക എന്നൊക്കെയാണ് സംഗീത ചോദിച്ചിരുന്നത്. ഈ ദിലീപിന്റെയും ദിലീപ് സപ്പോർട്ടീസിന്റെയും ഒക്കെ ഒരു ലൈൻ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് ആക്രമിക്കപ്പെട്ട നടി അതോടെ ആത്മഹത്യ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് നടക്കണമായിരുന്നു. ദിലീപ് വിചാരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഇവളെ എങ്ങനെ ആക്രമിച്ചാൽ ഇതോടെ പിന്നെ ഇവൾ ഒതുങ്ങിക്കോളൂ. എന്തായാലും ഇങ്ങനെ ഒരു പീഡനം നടന്നത് ഇവൾ ആരോടും പറയാൻ പോണില്ല. കാരണം പെണ്ണല്ലേ, പീഡനം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. സോ അവൾ മിണ്ടാതിരുന്നോളും എന്നാണ് ദിലീപ് വിചാരിച്ചിരുന്നത്. എന്നാൽ നടി മിണ്ടാതിരുന്നില്ല. അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു, തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞു, കേസ് കൊടുത്തു, നീതിക്ക് വേണ്ടി പോരാടി. ഒടുവിൽ ഒരു പരിധിവരെ നീതി നേടിയെടുക്കാനും അവൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും പഴയ ഇന്റർവ്യൂകളിലായി ദിലീപ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്.